ദീനാസ് ക്രിയേറ്റീവ് സ്പേസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ ഇവ കണ്ടെത്തിയതിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ന്യൂട്രോണിനെ പറ്റി പഠിക്കാം. 1932 ജെയിംസ് ചാഡ്വിക് ആണ് ചില ചാർജ് ഇല്ലാത്ത കണങ്ങൾ ന്യൂക്ലിയസിലുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഈ ചാർജ് ഇല്ലാത്ത കണങ്ങൾക്ക് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണെന്നും അദ്ദേഹം കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാൽ ഇവയ്ക്ക് ന്യൂട്രോൺ എന്ന പേരും നൽകി. നമുക്ക് ന്യൂട്രോണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ഇത് കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ് 1932. ഇതിന് വൈദ്യുത ചാർജ് ഇല്ല. പ്രോട്ടോണിനൊപ്പം ന്യൂക്ലിയസിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായി നീൽസ് ബോറിന്റെ ആറ്റം മാതൃക പഠിക്കാം. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് അടുത്ത് വെക്കണം. പിന്നെ നോട്ട്ബുക്കും ഒരു പേനയും ഉണ്ടാവണം കേട്ടോ. റദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിനായി 1913 നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക. റദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതായത് വൈദ്യുത കാന്തിക നിയമപ്രകാരം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഊർജം പുറത്തുവിടണം. അതായത് ഊർജം നഷ്ടപ്പെടുമ്പോൾ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും വേണം. അങ്ങനെയാകുമ്പോൾ ആറ്റം തകരും. പക്ഷെ ആറ്റം സുരക്ഷിതമാണ്, അത് തകരില്ല. റദർഫോർഡിന് ഇതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. നമുക്ക് ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആശയം, ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. നമുക്കതൊന്ന് വരച്ചു നോക്കാം. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നതാണ് ചിത്രത്തിൽ. ഇത് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അടുത്ത പോയിന്റിൽ പറയുന്നത്, ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ നിലകൾ എന്ന് വിളിക്കുന്നു എന്ന്. ഇത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നമ്മുടെ ചിത്രത്തില് ഓർബിറ്റലിന് പേര് കൊടുത്തത് ശ്രദ്ധിച്ചോ? കെ, എൽ, എം, എൻ, ഒ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ഓർബിറ്റലിന്റെയും ഊർജ നിലകൾ വ്യത്യസ്തമാണ്. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യത്തെ 2 ഷെല്ലുകൾ എടുക്കാം. അതായത് കെ ഷെല്ലും എൽ ഷെല്ലും. കെ ഷെല്ലിൽ ഏത് പോയിന്റ് എടുത്താലും ഊർജം ഒന്ന് തന്നെ ആയിരിക്കും. എന്നാൽ എൽ ഷെല്ലിൽ കെ ഷെല്ലിൽ ഉള്ളതിനേക്കാൾ ഊർജം കൂടുതലായിരിക്കും. ടീച്ചർ പറയുമ്പോൾ തന്നെ ഒപ്പം ഇങ്ങനെ ന്യൂക്ലിയസും കെ ഷെല്ലും എൽ ഷെല്ലും ഒന്ന് വരച്ചു നോക്ക്. ഇങ്ങനെ വരച്ച് നമുക്കത് നല്ലോണം മനസ്സിലാകും. മനസ്സിലായാലേ പഠിക്കാൻ പറ്റുള്ളൂ. ബൈഹാർട്ട് ചെയ്താലൊന്നും കെമിസ്ട്രി പഠിക്കാൻ പറ്റില്ല. അടുത്ത പോയിന്റിൽ പറയുന്നത്, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു. ചിത്രത്തിൽ ഒ ഷെല്ലും കെ ഷെല്ലും കണ്ടല്ലോ. ഇതിൽ ഒ ഷെല്ലിലായിരിക്കും കെ ഷെല്ലിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഊർജം. ചിത്രം ഒന്നും കൂടി വരയ്ക്കുക കേട്ടോ. അങ്ങനെ വരച്ച് നല്ലോണം മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ അവസാനം ആകുമ്പോഴേക്കും ആറ്റം എന്താന്ന് നല്ലോണം മനസ്സിലാകും. അടുത്ത പോയിന്റിൽ പറയുന്നത്, ഊർജം കൂടിയ ഓർബിറ്റലിൽ നിന്നും കുറഞ്ഞ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ കൂടുതലുള്ള ഊർജം പ്രകാശമായോ മറ്റേതെങ്കിലും തരത്തിലോ പുറത്തേക്ക് വിടുന്നു എന്നാണ്. അതായത് കെ ഷെല്ലിൽ ഉള്ളതിനേക്കാൾ ഊർജം എൽ ഷെല്ലിലുണ്ടല്ലോ. ഏതെങ്കിലും കാരണവശാൽ എൽ ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺ കെ ഷെല്ലിലേക്ക് മാറുമ്പോൾ അവിടെ ഊർജം കൂടുതലാണല്ലോ. ആ കൂടുതലുള്ള ഊർജമാണ് പുറത്തേക്ക് വിടുന്നത്. ഇനി ഊർജം കുറഞ്ഞ ഓർബിറ്റലിൽ നിന്നും കൂടിയ ഓർബിറ്റലിലേക്ക് മാറുമ്പോൾ ഊർജം ആഗിരണം ചെയ്യും. അതായത് ഇപ്പൊ എം ഷെല്ലിൽ നിന്നും എൻ ഷെല്ലിലേക്ക് മാറണമെന്ന് വിചാരിക്കൂ. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോണിന് കൂടുതൽ ഊർജം ആവശ്യമാണ്. അപ്പൊ അത് കൂടുതൽ ഊർജം വലിച്ചെടുക്കും. ഇനി ഷെല്ലുകൾക്ക് ലെറ്റേഴ്സ് അല്ലാതെ 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകളും നൽകി സൂചിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് പട്ടിക 1, 2 ഒന്ന് പൂരിപ്പിക്കാം.
ഒന്നാമത്തെ കോളത്തിൽ നോക്കിയേ, കണത്തിന്റെ പേര് പ്രോട്ടോൺ, ആറ്റത്തിലെ സ്ഥാനം, പ്രോട്ടോണിന്റെ ആറ്റത്തിലെ സ്ഥാനം എവിടെയാ? ന്യൂക്ലിയസിൽ. അപ്പൊ അതിന്റെ ചാർജ്, പ്രോട്ടോണിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ചാർജ്. അതിന്റെ മാസ് കൊടുത്തേക്കണ നോക്കിയേ, 1.00727 യൂണിറ്റ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് 1 യൂണിറ്റ്. ഇനി ഇലക്ട്രോൺ, ആറ്റത്തിന്റെ സ്ഥാനം, ന്യൂക്ലിയസിന്റെ പുറത്തല്ലേ ഇലക്ട്രോൺ വരുന്നത്, അതിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. മാസ് പറയുന്നത് 0.00054 യൂണിറ്റ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് 0. ഇനി അടുത്തത്, കണത്തിന്റെ പേരില്ല, ആറ്റത്തിലെ സ്ഥാനം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ന്യൂക്ലിയസില് പ്രോട്ടോൺ കൂടാതെ പിന്നെ വേറെ ഏതും കൂടെയാണുള്ളത്? ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ ചാർജ് എന്താ? ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിന്റെ മാസോ 1.00866 യൂണിറ്റ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് 1 യൂണിറ്റ്. ഇനി അടുത്തതായിട്ട് ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിന്റെ മാസ് പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 ഭാഗമാണ്. അതായത് പ്രോട്ടോണിനെ 1837 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ അതിലെ ഒരു ഭാഗത്തിന്റെ ഭാരം മാത്രമാണ് ഇലക്ട്രോണിനുള്ളത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, എത്ര ചെറുതാണ് ഇലക്ട്രോൺ എന്ന്. ഇനി താഴെ കൊടുത്ത ചില ക്വസ്റ്റ്യൻസ് നോക്കൂ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ കണ്ടുപിടിക്കാമോ? ഏതൊക്കെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്? ഒന്ന്, പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. പിന്നെ ഇലക്ട്രോണിനെ കണ്ടെത്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആറ്റം ഘടനയെക്കുറിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർ അവരുടെ സംഭാവനകൾ എന്നിവയെ സംബന്ധിച്ച് ചോദ്യാവലി തയ്യാറാക്കി ക്ലാസ്സിൽ ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക കേട്ടോ. ഇനി അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ മതിയോ, ഇനി മാറ്റിത്തരണോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ